പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ വിടുതലും സൗഖ്യവും പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം കുമ്പസാരം നൽകുന്ന സ്വാതന്ത്ര്യം എന്നതിനെക്കുറിച്ചാണ്. ഒരു നിമിഷം ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ വചന ശുശ്രൂഷയുടെ നിമിഷങ്ങളിൽ അവിടുന്ന് ആത്മാവിനെ അയച്ച് ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഈ വചനം കേൾക്കാൻ അങ്ങ് പേര് ചൊല്ലി വിളിച്ച എല്ലാ മക്കൾക്കും എത്രയും വേഗം ഈ വചന ശുശ്രൂഷയോട് ചേരാൻ തടസ്സങ്ങളുള്ള കുടുംബങ്ങളിൽ നിന്ന് തടസ്സങ്ങൾ മാറ്റി എല്ലാവരെയും ഒരുമിപ്പിക്കണമേ കർത്താവേ. കേൾക്കുന്ന വചനങ്ങൾ സാത്താൻ കൊത്തിപ്പെറുക്കിക്കൊണ്ട് പോകാതെ കേൾക്കുന്ന ഓരോ വചനങ്ങളും ഹൃദയത്തിൽ വേരുപാകി നിത്യരക്ഷയുടെ അനുഭവത്തിലേക്ക് എല്ലാ മക്കളെയും നയിക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവേ ഇപ്പോൾ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. എല്ലാ മക്കളെ അഭിഷേകം ചെയ്യുന്നു, എല്ലാ കുടുംബങ്ങളെ അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുന്നു, എല്ലാ സമൂഹങ്ങളെ അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പല വിചാരങ്ങൾ വിട്ടുപോകട്ടെ, ഏകാഗ്രത ഇല്ലാത്തവർക്ക് ഏകാഗ്രത ലഭിക്കട്ടെ, പ്രാർത്ഥന ചെയ്ത് നഷ്ടപ്പെട്ടവർക്ക് വീണ്ടും അത് ലഭിക്കട്ടെ, ഉണർവ് മങ്ങിപ്പോയവർക്ക് വീണ്ടും ഉണർവിൻ്റെ അഭിഷേകം ഇപ്പോൾ സൗജന്യമായി നിറയട്ടെ. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റോമാ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ 11-ാമത്തെ തിരുലിഖിതം, നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്നും യേശു ക്രിസ്തുവിൽ ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുവിൻ. കുംഭസാരത്തിലൂടെ ഒരു ദൈവ പൈതലിന് ലഭിക്കുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു വെളിപാട് വചനമാണ് റോമ 6:11. നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്നും യേശു ക്രിസ്തുവിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുവിൻ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ചും കുരിശുമരണത്തെക്കുറിച്ചും ഉയർപ്പിനെക്കുറിച്ചും യേശു ക്രിസ്തുവിലൂടെയുള്ള വീണ്ടെടുപ്പിനെക്കുറിച്ചും ഒരു വ്യക്തി കേൾക്കുമ്പോൾ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച്, എൻ്റെ യേശു എൻ്റെ മുഴുവൻ പാപങ്ങളും അവിടുത്തെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി കുരിശിലേക്ക് കയറി, എനിക്ക് വേണ്ടി എൻ്റെ മുഴുവൻ പാപങ്ങൾക്കും വേണ്ടി പാപപരിഹാര ബലിയായി തീർന്നു എന്ന വലിയ ഒരു തിരിച്ചറിവ് ആ വ്യക്തിയുടെ മേൽ പരിശുദ്ധാത്മാവ് ദാനമായി നൽകുന്നു. കുംഭസാരത്തിൻ്റെ വലിയൊരു അടിത്തറയാണിത്. പത്രോസിലേക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായം 24-ാം വാക്യം, അവൻ നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിലേക്ക് കയറി നമുക്ക് വേണ്ടി പാപപരിഹാര ബലിയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനത്രേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒരു ദൈവ പൈതൽ കേൾക്കുമ്പോൾ, യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തെക്കുറിച്ച് ഒരു ദൈവ പൈതൽ അറിയുമ്പോൾ, ആ ദൈവ പൈതലിൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് നൽകുന്ന അത്ഭുതകരമായ ഒരു പ്രതിഭാസമാണ് അനുതാപം, പശ്ചാത്താപം. തൻ്റെ പാപത്തെക്കുറിച്ച് പശ്ചാത്താപം ലഭിക്കുന്ന, തൻ്റെ പാപത്തെക്കുറിച്ച് അനുതാപം ലഭിക്കുന്ന ഏതൊരു മകനും പശ്ചാത്താപത്തോടെ അനുതാപത്തോടെ കുംഭസാരക്കൂട്ടിലേക്ക് ചെന്ന് പാപങ്ങൾ ഏറ്റുപറയാനുള്ള ഒരു അത്ഭുതകരമായ ഒരു കൃപാവേദി തിരുസഭ തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് കുംഭസാരം. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് കേട്ട്, യേശു ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് കേട്ട്, യേശു ക്രിസ്തു എൻ്റെ മുഴുവൻ പാപങ്ങളും അവിടുത്തെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിലേക്ക് കയറി എനിക്ക് വേണ്ടി പാപപരിഹാര ബലിയായി തീർന്നു എന്ന ഒരു വലിയ ആത്മീയ തിരിച്ചറിവും ആത്മീയ ബോധ്യവും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് അങ്കുരിപ്പിക്കുമ്പോൾ ആ വ്യക്തിക്ക് ലഭിക്കുന്ന അത്ഭുത പ്രതിഭാസമാണ് അനുതാപം, പശ്ചാത്താപം. പശ്ചാത്താപത്തോടെ ഒരു വ്യക്തി തൻ്റെ പാപത്തെക്കുറിച്ച് അനുദപിക്കുമ്പോൾ ആ വ്യക്തിക്ക് തൻ്റെ പാപങ്ങൾ മുഴുവൻ ഏറ്റുപറയാൻ പരിശുദ്ധ സഭാമാതാവ് തൻ്റെ അരുമ സന്താനങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കൃപയുടെ വേദിയാണ് കുംഭസാരത്തിൻ്റെ വേദി. ഈ ധ്യാന കേന്ദ്രത്തിൽ അച്ഛൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു സംഗതിയുണ്ട്. ആത്മാർത്ഥമായി യേശുവിനെ ഏറ്റുപറഞ്ഞ്, യേശുവിൻ്റെ കുരിശുമരണത്തെ ഹൃദയം കൊണ്ട് ധ്യാനിച്ച്, സ്വന്തം പാപത്തെക്കുറിച്ച് പശ്ചാത്തപിച്ച് കുംഭസാരക്കൂട്ടിൽ കർത്താവിൻ്റെ സന്നിധിയിൽ എല്ലാ പാപങ്ങളും ഏറ്റുപറയുന്ന ഓരോ മകൻ്റെയും മകളുടെയും ജീവിതത്തിൽ അന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു വലിയ സന്തോഷം, അന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ സ്വാതന്ത്ര്യം. അവരെല്ലാം പറയുന്നൊരു കാര്യം ഞാൻ ഓർമ്മിങ്ങനെയാണ്, ഈ സ്വാതന്ത്ര്യം എന്നും ഒന്ന് നിന്ന് കിട്ടാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അത്ഭുതകരമായ സന്തോഷം, ഈ അത്ഭുതകരമായ സ്വാതന്ത്ര്യം ഈ ദൈവ പൈതലിൻ്റെ ജീവിതത്തിലേക്ക് ദാനമായി ലഭിക്കാൻ കാരണമായത് യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണം വഴിയുള്ള പാപക്ഷമയാണ്. അത് കുംഭസാരത്തിലൂടെ ഏറ്റുപറഞ്ഞ് ആ ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ അത് പേഴ്സണലായി സ്വീകരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാർത്ഥമായി
തൻ്റെ ജീവിതകാലത്ത് എന്നെങ്കിലും കുമ്പസാരിച്ചിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് യേശുക്രിസ്തുവിൻ്റെ കുരിശ് മരണഫലമായി ലഭിക്കുന്ന ഒരു അത്ഭുത കൃപയാണ് ഈ ലോകത്തിൽ പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കാനുള്ള കൃപ. പ്രൈസ് ദി ലോർഡ്. ഇത് പലർക്കും മനസ്സിലാകാത്ത ഒരു ആത്മീയ രഹസ്യമാണ്, ഒരു സുവിശേഷ രഹസ്യമാണ്. പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കാനുള്ള കൃപ. പ്രൈസ് ദി ലോർഡ്. ഒരു ഉദാഹരണം പറയുമ്പോൾ കൂടുതൽ ഇത് വ്യക്തമാകും. ആത്മീയമായ സുവിശേഷ രഹസ്യങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ചില ഉദാഹരണങ്ങൾ ദൈവമക്കളെ സഹായിക്കും. ഹല്ലേലൂയ. ഈ ഒരു ഉദാഹരണം നമുക്ക് ശ്രദ്ധിക്കാം. ഒരു പ്രദേശത്ത് ഒരു മഹാകുടിയനായ വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തിയുടെ പേരാണ് കന്നാസ് കുട്ടപ്പൻ. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സാധാരണ കപ്പിലോ ഗ്ലാസ്സിലോ കുപ്പിയിലോ ഒന്നും കുടിച്ചാൽ പോരാ, കന്നാസ് കണക്കിന് കുടിച്ചാലേ എന്തെങ്കിലും ഒരു പൂസാകുന്ന അനുഭവം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം എപ്പോഴും കന്നാസ് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഇങ്ങനെ എപ്പോഴും കന്നാസ് കണക്കിന് കുടിക്കുകയും കന്നാസ് കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ വിളിച്ച പേരാണ് കന്നാസ് കുട്ടപ്പൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കന്നാസ് കുട്ടപ്പൻ ഇങ്ങനെ കുടിച്ച് നടക്കുമ്പോൾ ധാരാളം കുടിയന്മാർ കൂട്ടുകാരായി ഉണ്ടായി. അവർക്ക് കപ്പിലും ഗ്ലാസ്സിലൊക്കെ കുടിച്ചാൽ മതി. ചെറു കുടിയന്മാരാണ്, അവരെ വാറുണ്ണികൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ ചെറു കുടിയന്മാരും വലിയ കുടിയനും ചേർന്ന് ഒരു കുടിയന്മാരുടെ യൂണിയൻ തന്നെ ഉണ്ടായി. ഇങ്ങനെ കുടിച്ച് നടക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കന്നാസ് കുട്ടപ്പൻ്റെ കുടിയുടെ ആധിക്യ നിമിത്തം ചങ്ക് കരളൊക്കെ ദ്രവിച്ച് അദ്ദേഹം 10-25 വയസ്സായപ്പോൾ മരിച്ചു. കുടിയന്മാർക്കെല്ലാം വളരെ സങ്കടമായി. കുടിച്ച് നാടുകുരുക്കി നടന്നിരുന്ന കന്നാസ് കുട്ടപ്പൻ ഇപ്പോൾ വിറങ്ങലിച്ച് കിടക്കുന്നു. അവർക്കെല്ലാം വലിയ സങ്കടമായി. അവർ മീറ്റിംഗ് കൂടി. അവർ പറഞ്ഞു, നമ്മുടെ പ്രിയങ്കരനായ ആരാധ്യ നേതാവ് ശ്രീമാൻ കന്നാസ് കുട്ടപ്പൻ മരിച്ചു. നമ്മുടെ പ്രിയങ്കരനായ നേതാവിന് ഉചിതമായ ഒരു അന്തിമോപഹാരം അർപ്പിച്ച് നമ്മൾ യാത്രയാക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാകുന്നു. അതുകൊണ്ട് എന്താണ് അദ്ദേഹത്തിന് കൊടുക്കേണ്ട അന്തിമോപഹാരം എന്ന് ഈ കുടിയന്മാർ ഒരു മീറ്റിംഗ് കൂടിയാലോചന നടത്തി. അപ്പോൾ ഒരു കുടിയൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ഇതാ നമ്മുടെ കന്നാസ് കുട്ടപ്പന് വേണ്ടി ഒരു പട്ട് തുണി വാങ്ങിക്കൊണ്ടിട്ട് കൊടുക്കാം. അപ്പോൾ മറ്റു കുടിയന്മാർ ആലോചിച്ച്, കാര്യം കുടിയന്മാരാണെങ്കിലും കുറച്ച് ബോധം ഉണ്ടായിരുന്നു, അവരാലോചിച്ച് അപ്പോൾ അവർ പറഞ്ഞു, ഒരു കാരണവശാലും ഞങ്ങളിത് സമ്മതിക്കുകയില്ല. കാരണം ജീവിച്ചിരുന്ന കാലത്ത് അയാൾക്ക് തുണിയോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ മരിച്ചതിന് ശേഷം നമ്മൾ തുണിയിട്ട് പീഡിപ്പിക്കുന്നത് അത്ര ഗുണകരമല്ല എന്ന് കുടിയന്മാർ ഏകകണ്ഠമായി തീരുമാനമെടുത്തു. പിന്നെ എന്താണ് അദ്ദേഹത്തിന് കൊടുക്കേണ്ടതെന്ന് വീണ്ടും ആലോചന നടത്തി. അപ്പോൾ മറ്റൊരു കുടിയൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, എന്നാൽ നമുക്കൊരു റീത്ത് വാങ്ങി കൊടുക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ റീത്ത് കൊടുക്കേണ്ട കാര്യത്തെക്കുറിച്ച് ആലോചിച്ചപ്പോഴും കുടിയന്മാർ ആലോചിച്ച് അവർ പറഞ്ഞു, നോ 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 നോ, ഒരിക്കലും പാടില്ല. കാരണം ജീവിച്ചിരുന്ന കാലത്ത് പൂക്കളും തളിരില്ല കണ്ട ചവിട്ടി അരച്ച് നടക്കുന്ന പ്രകൃതക്കാരനായിരുന്നു കന്നാസ് കുട്ടപ്പൻ. അതുകൊണ്ട് മരിച്ചതിന് ശേഷം കുറേ പൂക്കൾ വെച്ച് നമ്മൾ അദ്ദേഹത്തെ പീഡിപ്പിക്കുന്നത് ഉചിതമല്ല. എന്താണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നതെന്ന് എല്ലാവരും കൂടെ ആലോചന നടത്തിയപ്പോൾ എല്ലാവർക്കും ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. ഏകകണ്ഠമായി അവർ പറഞ്ഞു, കന്നാസ് കുട്ടപ്പന് ചാരായം മാത്രമേ താല്പര്യമുള്ളൂ. അങ്ങനെ ഒരു കന്നാസ് നിറയെ വാറ്റ് ചാരായം ഉണ്ടാക്കി. ആദ്യം ഉണ്ടാക്കിയത് ഇവർ തന്നെ കുടിച്ചിട്ട്, പിന്നെ ഒരു കന്നാസ് കൂടെ ഉണ്ടാക്കി. അത് ചുവന്നുകൊണ്ട് നമ്മുടെ കന്നാസ് കുട്ടപ്പന് അന്തിമോപഹാരമായി അർപ്പിക്കാൻ വേണ്ടി ഈ അനുയായികളെല്ലാം കൂടെ നീങ്ങുകയാണ്. അവർ കന്നാസ് കുട്ടപ്പൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവരുടെ എല്ലാ പ്രതീക്ഷകളും തകിടം മറിഞ്ഞ് കന്നാസ് കുട്ടപ്പൻ ആളാകെ മാറിപ്പോയി. ഇവ പണ്ടത്തെ പോലെ അളിഞ്ഞു വിളിഞ്ഞ നോട്ടമൊന്നുമില്ല, ഇപ്പം പണ്ടത്തെ പോലെ പേട്ടി പിടിച്ച സ്വഭാവമൊന്നുമില്ല. യവനങ്ങനെ കുളിച്ച് അങ്ങനെ വെടിപ്പായി നല്ല വെള്ള തുണി കൊണ്ട് പൊതിഞ്ഞ് കയ്യിൽ ക്രൂശുദ്രവം പിടിച്ച് ജപമാലയും പിടിച്ച് കണ്ണടച്ച് ധ്യാന നിർലീനനായി യേശുവേ സ്തോത്രം, യേശുവേ നന്ദി എന്ന് പറഞ്ഞ് അവൻ ഒരേ കടപ്പ്. ഇപ്പം പണ്ടത്തെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ചാഞ്ഞും ചെറിയുന്നു ഒന്നും ഒരു പരിപാടിയില്ല, എല്ലാം നിർത്തി. അവനിപ്പം ധ്യാനത്തിലും പ്രാർത്ഥനയിലും മാത്രം ശരണം. അവനങ്ങനെ കുരിശൊക്കെ മുറുകെ പിടിച്ച് കിടക്കുകയാണ്. ഈ അനുയായികൾ ചെന്നിട്ട് ഈ ഒരു കന്നാസ് ചാരായം കൊണ്ടു ചെന്നിട്ട് ഈ അനുയായികൾ ആ ചാരായപ്പാട്ട മുഴുവൻ ഇയാളുടെ അടുത്ത് കൊണ്ട് വെച്ച് കൊടുത്ത്, എന്നിട്ട് അവർ ഒത്തിരി നേരം മാറി നിന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുടിയന്മാർ 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ കന്നാസ് കുട്ടപ്പന് ഒരു വ്യത്യാസമില്ല. അവൻ കണ്ണൊന്ന് തുറക്കാൻ പോലും കൂട്ടാക്കാതെ അവനങ്ങനെ ധ്യാന നിർലീനനായി ലയിച്ച് കിടക്കുകയാണ്. ഈ കുടിയന്മാർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവർ
പറഞ്ഞ് ഇവനെന്ത് പറ്റി? അവരൊരു ഓസിൻ്റെ കഷ്ണം കൊണ്ടുവന്ന് ഈ കന്നാസിലേക്ക് ഇട്ടിട്ട് ആ കന്നാസിൽ നിന്ന് ഇത് ചാരായം വലിച്ച് ഈ കുടിയൻ്റെ ഈ കന്നാസ് കുട്ടപ്പൻ്റെ വായിലേക്ക് വെച്ച് കൊടുത്ത്. എന്നിട്ട് പറഞ്ഞ് ഫ്രീ ആയി കുടിച്ചോട്ടെ, ഫ്രീ ആയി കുടിച്ചോട്ടെ, അവൻ തലപൊക്കി കുടിക്കാൻ നിൽക്കണ്ട, ഫ്രീ ആയി കുടിച്ചോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ വെച്ചിട്ട് പോയി. ഈ കന്നാസിൽ നിന്ന് ചാരായം ഒഴുകി കന്നാസ് കുട്ടപ്പൻ്റെ വായിലേക്ക് വീഴുകയാണ്. അവർ 5 മിനിറ്റ് മാറി നിന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുടിയന്മാർ പിന്നെ വന്ന് നോക്കുമ്പോൾ ഈ ഒഴുകുന്ന ചാരായം ഈ കന്നാസ് കുട്ടപ്പൻ്റെ വായിലേക്ക് വന്നിട്ട് 2 വശങ്ങളിലൂടെ ഒഴുകി പോകുന്നതല്ലാതെ ഒരു തുള്ളി ചാരായം ഈ കന്നാസ് കുട്ടപ്പൻ രുചിച്ചു നോക്കുക പോലും ചെയ്യുന്നില്ല. അവർക്ക് അത്ഭുതമായി. പ്രൈസ് ദി ലോർഡ്. അവർ പറഞ്ഞു ഇവനാകെ മാറിപ്പോയിരിക്കുന്നു. അവർക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താ അതിൻ്റെ കാരണം? ഈ പ്രപഞ്ച വസ്തുക്കളെ സംബന്ധിച്ച് കന്നാസ് കുട്ടപ്പൻ മരിച്ചു കഴിഞ്ഞു. ഇനി ഈ പ്രപഞ്ചത്തിലെ ഏത് വസ്തുക്കൾ കൊണ്ടുവന്നാലും കന്നാസ് കുട്ടപ്പനെ ഇളക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കന്നാസ് കുട്ടപ്പൻ എന്നേക്കുമായി ഈ പ്രപഞ്ച വസ്തുക്കളെ സംബന്ധിച്ച് മരിച്ചു കഴിഞ്ഞു. ഇനി ചൂട് വന്നാലും തണുപ്പ് വന്നാലും അവൻ ഒരുപോലെ, ഇനി ചാരായം കൊണ്ടുവന്നാലും പച്ചവെള്ളം കൊണ്ടുവന്നാലും അവൻ ഒരുപോലെ. ഈ പ്രപഞ്ച വസ്തുക്കളെ സംബന്ധിച്ച് കന്നാസ് കുട്ടപ്പൻ മരിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എന്നെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശ് മരണത്തെക്കുറിച്ച് നാം കേൾക്കുന്നുണ്ടെങ്കിൽ, ആത്മാർത്ഥമായി യേശുവിൻ്റെ കുരിശ് മരണത്തെ നാം ധ്യാനിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ യേശു എൻ്റെ മുഴുവൻ പാപങ്ങളും അവിടുത്തെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിലേക്ക് കയറി എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കൂടിയാണ് എൻ്റെ യേശു കുരിശിൽ മരിച്ചതെന്നും എൻ്റെ യേശു എൻ്റെ മുഴുവൻ പാപങ്ങളുടെയും പാപപരിഹാരമാണെന്നും ഹൃദയം കൊണ്ട് അംഗീകരിച്ച് യേശുവിനെ കർത്താവായി ഹൃദയത്തിൽ പൂജിച്ച് യേശു ക്രിസ്തുവിന് തൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നുവെങ്കിൽ ആ വ്യക്തിയുടെ മേൽ ദൈവം നൽകുന്ന ഒരു വലിയ കൃപയാണ് അത്ഭുതകരമായ അനുതാപം. ഈ അനുതാപത്തോടെ കുമ്പസാരക്കൂട്ടിലേക്ക് ചെന്ന് താൻ ഇന്ന് വരെ ചെയ്തിട്ടുള്ള മുഴുവൻ പാപങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഏറ്റുപറയുന്നെങ്കിൽ ആ വ്യക്തിക്ക് ലഭിക്കുന്ന അത്ഭുതകരമായ സ്വാതന്ത്ര്യമാണ് പാപക്ഷമയുടെ സ്വാതന്ത്ര്യം. പ്രൈസ് ദി ലോർഡ്. പാപക്ഷമ ലഭിക്കുന്ന എല്ലാ വ്യക്തികളിലും ആ വ്യക്തി ഏറ്റുപറയുന്ന ആ ആത്മാർത്ഥത അനുസരിച്ച് ആ വ്യക്തിയുടെ മേൽ അത്ഭുതകരമായ ദൈവകൃപ നിറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അദ്ദേഹം യേശു ക്രിസ്തുവിലാകുന്നതോടുകൂടെ പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവനായി അവൻ കൃപയിൽ ജീവിക്കുന്ന വ്യക്തിയായി മാറുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നത് വരെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കുമ്പസാരിച്ച് പാപക്ഷമ സ്വീകരിക്കുന്നത് വരെ ഒരു പക്ഷേ അവൻ പാപം ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ അത് സ്വന്തം വിൽ പവറിൻ്റെ ഒരു ശക്തി കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ വരുംവരായികൾ ഓർത്തിട്ടോ, രോഗത്തെ ഓർത്തിട്ടോ, നാശത്തെ ഓർത്തിട്ടോ, സാമ്പത്തിക തകർച്ച ഓർത്തിട്ടോ, മക്കളെ ഓർത്തിട്ടോ, മാതാപിതാക്കളെ ഓർത്തിട്ടോ ആയിരിക്കാം. അതും അല്ലെങ്കിൽ നാട്ടിൽ താല്പര്യം നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി ആയിരിക്കാം. അതും അല്ലെങ്കിൽ സ്വർഗം നേടാൻ വേണ്ടിയോ നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടിയോ ആയിരിക്കാം. അത് എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കാം ഒരു ദൈവ പൈതൽ യേശു ക്രിസ്തുവിനെ അറിയുന്നത് വരെ, കുമ്പസാരിക്കുന്നത് വരെ പാപം ചെയ്യാതിരിക്കുന്നത്. എന്നാൽ ഒരു വ്യക്തി ആത്മാർത്ഥമായി യേശു ക്രിസ്തുവിൻ്റെ കുരിശ് മരണത്തെ അറിഞ്ഞ് യേശു ക്രിസ്തുവിനെ കർത്താവ് രക്ഷിതാവായി ഹൃദയത്തിൽ സ്വീകരിച്ച് പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവകൃപ കൊണ്ട് നിറയുന്നതോടുകൂടെ അവൻ കൽപ്പനകളുടെയും പ്രമാണങ്ങളുടെയും യുഗത്തിൽ നിന്ന് ദൈവകൃപയുടെ യുഗത്തിലേക്ക് പ്രവേശിച്ചു. പിന്നെ അവൻ പാപം ചെയ്യാതിരിക്കുന്നത് കൽപ്പനയുള്ളത് കൊണ്ടല്ല, പിന്നെ അവൻ പാപം ചെയ്യാതിരിക്കുന്നത് രോഗം വരുമെന്ന് പേടിച്ചിട്ടല്ല, പിന്നെ അവൻ പാപം ചെയ്യാതിരിക്കുന്നത് ഈ ലോകത്തിലെ എന്തെങ്കിലും പ്രതിഫലത്തിന് വേണ്ടിയോ ഈ ലോകത്തിലെ എന്തെങ്കിലും ശിക്ഷകളെ ഭയന്നിട്ടോ അല്ല. പിന്നെയോ അവൻ എന്തുകൊണ്ടാണ് പാപം ചെയ്യാതിരിക്കുന്നതെന്ന് യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൽ 3-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യാൻ അവന് സാധ്യമല്ല. കാരണം ദൈവ ചൈതന്യം അവനിൽ കുടികൊള്ളുന്നു. ദൈവകൃപ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് അവന് പാപം ചെയ്യാൻ സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൽപ്പനകളും പ്രമാണങ്ങളും ഉള്ളത് കൊണ്ടല്ല ഒരു ദൈവ പൈതൽ പാപം ചെയ്യാതിരിക്കുന്നത്. ഒരു ദൈവ പൈതൽ പാപം ചെയ്യാതിരിക്കുന്നത്
അവൻ്റെ ഉള്ളിൽ ദൈവകൃപ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് അവന് പാപം ചെയ്യാൻ സാധ്യമല്ല. മറ്റൊരു ഉദാഹരണം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഇപ്പോൾ നിങ്ങളുടെ അടുക്കളയിൽ ഒരു ബിസ്ക്കറ്റ് പാട്ട ഇരിക്കുന്നിരിക്കട്ടെ. ആ ബിസ്ക്കറ്റ് പാട്ടയ്ക്കകത്ത് കുറച്ച് രുചികരമായ ബിസ്ക്കറ്റും ഇരിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബിസ്ക്കറ്റാണ് ബിസ്ക്കറ്റ് പാട്ട ഇരിക്കുന്നതെന്ന് നിങ്ങൾ കരുതുക. എന്തോ ഒരു പ്രത്യേക സാഹചര്യത്താൽ നിങ്ങൾ ഒരു ദിവസം നോക്കുമ്പോൾ ആ ബിസ്ക്കറ്റ് പാട്ടയ്ക്കകത്ത് ഒരു എലി ചത്ത് ചീഞ്ഞ് 8-10 ദിവസമായി ഒരു എലി ചീഞ്ഞ് ആ ബിസ്ക്കറ്റിൻ്റെ കൂടെ കിടക്കുകയാണ്. ആ ബിസ്ക്കറ്റ് പാട്ട തുറക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നും? പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ ബിസ്ക്കറ്റ്, ആ എലിയുടെ, ആ ചത്ത് ചീഞ്ഞ എലിയുടെ സാന്നിധ്യം കാണുമ്പോൾ അറിയുമ്പം തന്നെ ആ വസ്തുവിനോടൊരു വല്ലാത്തൊരു വെറുപ്പ്, ഒരു അറപ്പ് ഈ ശരീരത്തിൽ ജീവനുള്ളിടത്തോളം കാലം നൈസർഗികമായി ഉണ്ടാകും. അത് കൽപ്പനയുള്ളത് കൊണ്ടല്ല പിന്നെ ബിസ്ക്കറ്റ് നമ്മൾ കഴിക്കാത്തത്, പ്രമാണം ഉള്ളത് കൊണ്ടല്ല പിന്നെ ആ ബിസ്ക്കറ്റ് കഴിക്കരുത്, ആ ബിസ്ക്കറ്റിലേക്ക് നോക്കരുത്, അത് തുടരുത് എന്ന് ഏതെങ്കിലും വ്യക്തി പറഞ്ഞതുകൊണ്ടോ കൽപ്പിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ വരും വരായികളെ കുറിച്ച് ഓർത്തിട്ടോ അല്ല ആ ബിസ്ക്കറ്റ് കഴിക്കാത്തത്, ആ ബിസ്ക്കറ്റ് നോക്കാത്തതും. ഈ ശരീരത്തിൽ ജീവനുള്ളത്തോളം കാലം ഇങ്ങനെയുള്ള ചീഞ്ഞതും പുഴുത്തതും അഴുകിയതുമായ വസ്തുക്കളോട് നൈസർഗികമായ ഒരു വെറുപ്പ് നമുക്കുണ്ടാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതുപോലെയാണ് ദൈവകൃപയുടെ ജീവിതം. ദൈവകൃപയുടെ ജീവിതത്തിലേക്ക് വരുന്നത് വരെ, ഒരു മുഴുവൻ കുമ്പസാരം വഴി പാപമെല്ലാം ഉപേക്ഷിക്കുന്നത് വരെ നാം പലതും ആലോചിച്ചും പേടിയുടെയും ഭയത്തിൻ്റെയും അരൂപിയുടെ പിടിയിലാണ്, പാപത്തിൻ്റെ അരൂപിയുടെ പിടിയിലാണ്. എന്നാൽ ദൈവകൃപയുടെ അഭിഷേകത്തിലേക്ക് വരുന്നതോട്, ഒരു മുഴുവൻ കുമ്പസാരം ചെയ്ത് ദൈവകൃപ കൊണ്ട് നിറയുന്നതോടുകൂടെ നാം കൃപായുഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പിന്നെ നാം പാപം ചെയ്യാതിരിക്കുന്നത് കൽപ്പന ഓർത്തിട്ടല്ല, പിന്നെ നാം പാപം ചെയ്യാതിരിക്കുന്നത് മറ്റെന്തെങ്കിലും ഓർത്ത് ഭയന്നിട്ടുമല്ല, പിന്നെയോ ദൈവകൃപ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കൊണ്ട്, ദൈവത്തിൻ്റെ ചൈതന്യം അവനിൽ കുടികൊള്ളുന്നത് കൊണ്ട് അവന് പാപം ചെയ്യാൻ സാധ്യമല്ല. ഹല്ലേലൂയ. അവന് പാപം ചെയ്യാൻ സാധ്യമല്ല. ഏത് പാപത്തിൻ്റെ നടുവിലേക്ക് വലിച്ചെറിഞ്ഞാലും ആ പാപത്തിന് നടുവിൽ പാപം ചെയ്യാത്തവനായി അവൻ ഈ ലോകത്ത് ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. ഏത് പട്ടണത്തിലേക്ക് അവനെ വിട്ടോട്ടെ, ഏത് പാപകരമായ അവസ്ഥയിലേക്ക് അവനെ പോയിക്കോട്ടെ, ആ പാപത്തിൻ്റെ അന്തരീക്ഷത്തിൻ്റെ നടുവിൽ പാപം ചെയ്യാതെ ജീവിക്കാനുള്ള ആധിപത്യമുള്ളവനാണ് പൂർണ്ണ കുമ്പസാരം നടത്തി സ്വാതന്ത്ര്യം പ്രാപിച്ച ഒരു ദൈവ പൈതൽ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ അപ്പോസ്തലൻ ദൈവമക്കളോട് കൽപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തൊരു കാര്യമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണം വഴിയും സുവിശേഷം പ്രസംഗം വഴിയും യേശുക്രിസ്തുവിൻ്റെ ഈ ഒരു കൃപ പ്രാപിക്കുന്നത് വഴിയും നാം സ്വീകരിച്ചിരിക്കുന്ന വിടുതലിനെ കുറിച്ചാണ് ഗലാത്യ 5:1. സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചിരിക്കുന്നു. വീണ്ടും ഗലാത്യ ലേഖനം 5-ാം അധ്യായം 13-ാം വാക്യം, സഹോദരരെ, സ്വാതന്ത്ര്യത്തിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ, ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ അത് സ്വാതന്ത്ര്യത്തിൻ്റെ ജീവിതമാണ്. പ്രൈസ് ദി ലോർഡ്. ആത്മീയത എന്ന് പറഞ്ഞാൽ അത് സ്വാതന്ത്ര്യമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ വേണ്ടി യേശുക്രിസ്തുവിൽ ഞാനും നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനോർത്ത് തുള്ളിച്ചാടുവിൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊരു വലിയ ദൈവിക ഭാഗ്യമാണ്. ഈ ലോകത്തിൽ പാപം ഉപേക്ഷിച്ചതിൻ്റെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും സ്ലീഹ നമ്മളെ ഉത്ബോധിപ്പിക്കുകയാണ്. ഗലാത്യ ലേഖനം 5:1, സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു, അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ. അടിമത്തത്തിൻ്റെ നുകത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത്. ഹല്ലേലൂയ. അടിമത്തത്തിൻ്റെ നുകത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത്. ഈ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പാപത്തിൻ്റെ ഏതെങ്കിലും ബന്ധനത്തിൽ, പാപത്തിൻ്റെ സ്വഭാവത്തിൽ, പാപത്തിൻ്റെ ദുഃഖത്തിൽ, പാപത്തിൻ്റെ അന്ധകാരത്തിൽ ഞാനും നിങ്ങൾ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മകനെ മകളെ, അതെന്നേക്കുമായി വെച്ച് പൊറുപ്പിച്ചുകൊണ്ട് പോകരുത്. പൊട്ടിക്കരഞ്ഞ് എത്രയും വേഗത്തിൽ അത് ഉപേക്ഷിക്കണം. കുമ്പസാരിക്കാൻ കിട്ടുന്ന അവസരത്തിൽ കുമ്പസാരിക്കണം. പ്രാർത്ഥിക്കാൻ പറ്റുന്ന അവസരത്തിൽ പ്രാർത്ഥിക്കണം. ഓരോരുത്തർക്കും അവരവരുടെ സഭയിൽ ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ച് ഈ പാപവിടുതൽ പ്രാപിച്ച് യേശുക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് എത്രയും വേഗം നാം വീണ്ടും ജനിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കുമ്പസാരം നൽകുന്ന സ്വാതന്ത്ര്യം അത് അത്ഭുതകരമായ ഒരു ആത്മീയ ആനന്ദമാണ്.
ഹല്ലേലൂയ. ഈ ആനന്ദമാണ് മറ്റെല്ലാ നന്മകളിലേക്കും നമ്മളെ നടത്തുന്ന അത്ഭുത ശക്തി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇനി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കഠിന പാപത്തിലിരിക്കുന്നവർ, കഠിന ബന്ധനങ്ങളിലിരിക്കുന്നവർ, ഒത്തിരി വർഷങ്ങളായി കുമ്പസാരം ഉപേക്ഷിച്ചവർ, ഒരുപാട് കാലങ്ങളായി യേശുക്രിസ്തുവിനെ കുറിച്ച് കേൾക്കാതെ, യേശുക്രിസ്തുവിൻ്റെ വിടുതലിനെ കുറിച്ച് അറിയാതെ പാപത്തിലും പൈശാചിക ബന്ധനത്തിലും കിടക്കുന്നവർ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വിടുതൽ പ്രാപിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ യേശുക്രിസ്തുവിനെ കുറിച്ച് ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്തവരായിരിക്കാം. ഒരുപക്ഷെ ഒരിക്കൽ പോലും യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചിട്ടില്ലാത്തവരായിരിക്കാം. ഒരുപക്ഷെ കാലങ്ങളായി യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയും യേശുവിൻ്റെ വഴികൾ നടക്കുകയും ചെയ്ത് യേശുവിനെ ഉപേക്ഷിച്ച് ഇന്ന് കഠിനമായ ഹൃദയാവസ്ഥയിലിരിക്കുന്ന ഒരു വ്യക്തിയാകാം. മകനെ, മകളെ, നീ ഏതവസ്ഥയിലാണെങ്കിലും യേശുക്രിസ്തു നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല. നീ ഇന്ന് നിൻ്റെ ഹൃദയത്തിൽ ആത്മാർത്ഥമായി, എൻ്റെ യേശുവേ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ മുഴുവൻ പാപങ്ങളും ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞാൻ എൻ്റെ കർത്താവെ ഇന്ന് വരെ ചെയ്ത മുഴുവൻ പാപങ്ങളും ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ മുഴുവൻ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ച് ഒരു പൂർണ്ണമായ ഏറ്റുപറച്ചിൽ ഒരുങ്ങുന്നുവെങ്കിൽ നിനക്ക് വിടുതലുണ്ട്, നിനക്ക് വീണ്ടും രക്ഷയുണ്ട്, നിനക്ക് അത്ഭുതകരമായ സ്വാതന്ത്ര്യമുണ്ട്, നിനക്ക് അത്ഭുതകരമായ സൗഖ്യമുണ്ട്, അത്ഭുതകരമായ ദൈവികമായ വാത്സല്യത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും അനുഭവമുണ്ട്. ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, കുമ്പസാരം ഉപേക്ഷിച്ച്, യേശുവിനെ ആരാധന ഉപേക്ഷിച്ച് ഏതെങ്കിലും തരത്തിൽ തിന്മയുടെ ബന്ധനത്തിൽ അകപ്പെട്ട് പാപസുഖങ്ങൾക്ക് വേണ്ടി പൂണ്ട് ജീവിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവെ. ഇപ്പോൾ അവിടുന്ന് വിടുതൽ നൽകണമേ കർത്താവെ. ഇപ്പോൾ അവിടുന്ന് പ്രകാശത്തിലേക്ക് നയിക്കണമേ കർത്താവെ. 1 പത്രോസ് 3:15 ക്രിസ്തുവിനെ കർത്താവായി ഹൃദയത്തിൽ പൂജിക്കുവിൻ. 1 പത്രോസ് 3:15 ക്രിസ്തുവിനെ കർത്താവായി ഹൃദയത്തിൽ പൂജിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 36-ാം വാക്യം, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമാലേഖനം 6-ാം അധ്യായം 11-ാം വാക്യം, പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് കർത്താവ് വിടുവിച്ചിരിക്കുന്നു. പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്നും യേശുക്രിസ്തുവിൽ വേണ്ടി ജീവിക്കുന്നവരാണെന്നും നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യെശയ്യാ 29:24 തെറ്റിലേക്ക് വഴുതിപ്പോയവർ നീതിമാന്മാരുടെ വിവേകത്തിലേക്ക് മടങ്ങി വരും. പിറുപിറുത്തിരുന്നവർ ഉപദേശം സ്വീകരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കെട്ടുകളിലിരിക്കുന്നവർ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ പാപങ്ങൾ മുഴുവനും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മായിച്ചു കളയാൻ സ്വന്തം ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പാപപരിഹാര ബലിയായി കുരിശിൽ മരിച്ച രക്ഷിതാവായ യേശു ഇന്നും നമ്മുടെ പാപങ്ങൾ കഴുകി ദിവ്യകാരൻ രൂപനായി നമ്മുടെ ഇടയിൽ വസിച്ചുകൊണ്ട് നിത്യരക്ഷയിലേക്ക് നയിക്കുന്നവനായ യേശു ഇതാ ഇവിടെ. ഇപ്പോൾ 2 കരങ്ങളും എല്ലാ ദൈവമക്കളും ഈശോയുടെ പക്കലേക്ക് ഉയർത്തുക. ഒത്തിരി കാലങ്ങളായുള്ള എല്ലാ തരത്തിലുള്ള പാപത്തിൻ്റെ ആധിപത്യങ്ങളും തകരാൻ യേശുവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, അങ്ങയുടെ നാമത്തിൻ്റെ അത്ഭുത ശക്തിയാൽ എല്ലാ കുറ്റബോധത്തിൻ്റെ കോട്ടകളും തകരട്ടെ. ദൈവമക്കളെ, പാപത്തിൽ ബന്ധിച്ചിരിക്കുന്ന പാപത്തിൻ്റെ എല്ലാ ദുരാത്മാക്കളും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ അത്ഭുത ശക്തിയാൽ വിട്ടുമാറി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടോത്രത്തിൻ്റെയും മന്ത്രവാദത്തിൻ്റെയും ആഭിചാര ശക്തിയുടെ എല്ലാ ആധിപത്യങ്ങളും നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്ന് ഇപ്പോൾ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, രോഗികൾ സൗഖ്യം പ്രാപിക്കാനും പാപത്തിൻ്റെ ബന്ധനത്തിൽ വിടുതൽ പ്രാപിക്കാൻ അവിടുന്ന് കൃപ ചെയ്യുന്നു.